നോട്ട് നിരോധനം എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെയൊക്കെ ചങ്കിടിക്കാൻ തുടങ്ങുമല്ലേ? സർക്കാർ പുതിയതായി പുറത്തിറക്കിയ 2000 രൂപയുടെ നോട്ടും നിർത്തലാക്കിയത് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. എന്നാൽ 2026 ആകുമ്പോഴേക്കും 500 രൂപയുടെ നോട്ടുകളും നിർത്തലാക്കും എന്ന അഭ്യൂഹങ്ങൾ പരക്കുകയാണ്. അഴിമതി ഇല്ലാതാക്കണമെങ്കിൽ 500 രൂപയുടെ നോട്ട് നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടെത്തുകയാണ് ഇന്ത്യയിലെ ഘടകകക്ഷി. ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം എന്തെന്നാൽ അഴിമതിയും കള്ളപ്പണവും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണല്ലോ അർദ്ധരാത്രി ഉറക്കമുളച്ചിരുന്ന നരേന്ദ്രമോദി നോട്ട് നിരോധിച്ചത്. ഒന്നാം മോദി സർക്കാരിൽ നിന്നും മൂന്നാം മോദി സർക്കാരിൽ എത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് പിഴച്ചുപോയി മോദി എന്ന് പറയുന്നത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ്. രാജ്യത്ത് പ്രചാരത്തിലുള്ള 500 രൂപയുടെ നോട്ടുകൾ അസാധുവാക്കണമെന്ന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു പറഞ്ഞു വെക്കുമ്പോൾ മോദിയെ സംബന്ധിച്ച് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയിലാണുള്ളത്. കാരണം മൂലഘടകമായ ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയുടെ അഭിപ്രായം തള്ളിയാൽ ഭരണം പോകും, സ്വീകരിച്ചാൽ മാനവും പോകും. അഴിമതി തുടച്ചു നീക്കണമെങ്കിൽ ഉയർന്ന മൂല്യമുള്ള കറൻസികൾ പിൻവലിക്കണമെന്നും 100 രൂപ 200 രൂപ നോട്ടുകൾ മതിയെന്നും 500 രൂപ നോട്ടുകൾ അസാധുവാക്കണമെന്നും അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. 2016 സമ്പൂർണ്ണ നോട്ട് നിരോധനത്തിന് ശേഷം പുറത്തിറക്കിയ 500 രൂപ നോട്ടുകളാണ് നിലവിൽ നമ്മുടെ കൈകളിലുള്ളത്. രാജ്യത്ത് നടക്കുന്ന അഴിമതികൾ തടയുന്നതിനും കള്ളനോട്ട്, കള്ളപ്പണം എന്നിവ തുടച്ചു നീക്കുന്നതിനുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. 2016 നവംബർ 8 നിരോധിച്ച 500 രൂപ നോട്ടുകൾക്ക് പകരം 2 ദിവസത്തിന് ശേഷം പുതിയ നോട്ടുകൾ പുറത്തിറക്കി. 1000 രൂപയുടെ നോട്ടുകൾ നിരോധിക്കുകയും പകരം 2000 നോട്ടുകൾ പുറത്തിറക്കുകയും ചെയ്തിരുന്നു. നവംബർ 8 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് അസാധുവാക്കൽ പ്രഖ്യാപിക്കും മുൻപ് രാജ്യത്തെ 500, 1000 രൂപ നോട്ടുകൾ പ്രചാരത്തിലുണ്ടായിരുന്നു. 500ന്റെയും 1000ന്റെയും നോട്ടുകൾ പിൻവലിച്ചതിന് ശേഷം 2000 നോട്ടുകൾ റിസർവ് ബാങ്ക് അവതരിപ്പിച്ചു. പിന്നാലെ പുതിയ സീരീസ് 500 രൂപ നോട്ടും പുറത്തിറക്കി. എന്നാൽ 2000 രൂപയുടെ നോട്ടുകൾ അച്ചടിക്കുന്നതിന് അവസാനിപ്പിച്ച റിസർവ് ബാങ്ക് 2023 മെയ് 19 അവയും വിപണിയിൽ നിന്നും പിൻവലിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു. ജനങ്ങൾക്ക് അവരുടെ കൈവശമുള്ള 2000 രൂപയുടെ നോട്ട് ബാങ്കുകളിലെത്തി മറ്റു തുകയുടെ കറൻസികളായി മാറ്റി വാങ്ങാമെന്നും റിസർവ് ബാങ്ക് നിർദ്ദേശിച്ചിരുന്നു. പിൻവലിക്കും മുമ്പ് 3.56 ലക്ഷം കോടി രൂപയുടെ 2000 രൂപ നോട്ടുകളാണ് പ്രചാരത്തിലുണ്ടായിരുന്നത്. ഇതിന്റെ 98.24% ബാങ്കുകളിൽ തിരിച്ചെത്തി. ഇനിയും എത്താൻ ബാക്കിയുള്ളത് 6180 കോടിയോളം വിലമതിക്കുന്ന 2000 രൂപ നോട്ടുകളാണ്. 500 രൂപയുടെ നോട്ടുകളും പിൻവലിക്കുമെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിലർ പ്രചരിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ അത്തരം പ്രചാരണങ്ങൾ അവാസ്തവമാണെന്നും 500 രൂപ നോട്ട് പ്രചാരത്തിൽ തുടരുമെന്നും അടുത്തിടെ കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. മറ്റൊരു കാര്യം കൂടി ചേർക്കട്ടെ, ജൂൺ 2 ക്യാപിറ്റൽ TV എന്ന യൂട്യൂബ് ചാനൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലാണ് 500 രൂപ നോട്ടുകൾ നിരോധിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നത്. അടുത്ത വർഷം മാർച്ച് മുതൽ 500 രൂപ നോട്ടുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുമെന്നായിരുന്നു 12 മിനിറ്റ് ദൈർഘ്യമുള്ള ആ വീഡിയോ വ്യക്തമാക്കിയത്. എന്നാൽ റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല എന്നാണ് കേന്ദ്രം വ്യക്തമാക്കി പിന്നീട് വന്നത്. ഇത് തീർത്തും വ്യാജ വാർത്തയാണെന്നും ആളുകൾ പരിഭ്രാന്തരാകേണ്ടതില്ല എന്നും കേന്ദ്രം വ്യക്തമാക്കി. വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.